കഥ പറയാം. ഒരു പ്രായമുള്ള വാപ്പ, വെല്ലുപ്പ അല്ലെങ്കിൽ ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ പേരക്കുട്ടികൾ, മക്കളൊക്കെ എപ്പോഴും വാപ്പാനോട് ചില്ലറ പൈസക്ക് ചോദിക്കും, മിഠായി വാങ്ങാൻ, അതുപോലെയുള്ള വസ്തുക്കളോ സാധനങ്ങളോ വാങ്ങാൻ. വെല്ലുപ്പ 5 റുപ്യ തരും, ഉപ്പ ഒരു 10 രൂപ തരുമോ, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ വെല്ലുപ്പ മരണപ്പെട്ടു. വല്ലുമ്മാൻ്റെ അരികിൽ ചെന്ന് മക്കൾ എപ്പോഴും ചോദിക്കും, വല്ലുമ്മ 2 റുപ്യ തരുമോ, 5 റുപ്യ തരുമോ. വല്ലുമ്മാൻ്റെ കയ്യിലുള്ള ഓരോ നാണയത്തൊട്ടുകളും വല്ലുമ്മ ഉപ്പ ഭർത്താവുന്ന കുട്ടിയുടെ വല്ലുപ്പാൻ്റെ കീശയിൽ ഇങ്ങനെ ഇട്ട് നോക്കും. വല്ലുപ്പാൻ്റെ കീശയിലുണ്ട് എടുത്തോ, വല്ലുപ്പാൻ്റെ കീശയിലുണ്ട് എടുത്തോ. വല്ലുപ്പ എവിടെയാണുള്ളത്? കവറിലാണ്. പക്ഷെ നമ്മൾ വീട്ടിലെപ്പോഴും ആരെ കുറിച്ചിട്ടാ ചർച്ച? വല്ലുപ്പാൻ്റെ കീശ, വല്ലുപ്പാൻ്റെ കുപ്പായം. ആ വല്ലുപ്പാൻ്റെ കുപ്പായത്തെ കുറിച്ചിട്ട്, വല്ലുപ്പാൻ്റെ കീശയിലുള്ള ക്യാഷിനെ കുറിച്ചിട്ടാണ് വല്ലുമ്മ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്. കുറേ ദിവസം കുപ്പായത്തിൻ്റെ കീശയിൽ ഇങ്ങനെ കൈയിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കീശക്ക് ചളി പുരളുമല്ലോ, ചളിയാകുമല്ലോ. അപ്പോഴാണ് വല്ലുമ്മ പറയുന്നത്, വല്ലുപ്പാൻ്റെ കുപ്പായം അലക്കണേ, കഴുകണേ. എന്തിനാണ് പറയുന്നത്? കവറിൽ കിടക്കുന്ന വല്ലുപ്പ, ആ വല്ലുപ്പാൻ്റെ കുപ്പായം അലക്കാനാ വല്ലുമ്മ ഓർമ്മപ്പെടുത്തുന്നത്. ആ വീട്ടിലെപ്പോഴും ഉപ്പാൻ്റെയോ വല്ലുപ്പൻ്റെയോ കുപ്പായം എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ആ ജീവിച്ചിരിപ്പുള്ള വല്ലുപ്പയിലേക്കാണ്. മരണപ്പെട്ട വല്ലുപ്പയിലേക്ക് ഓർമ്മപ്പെടുത്തുന്നത് ജീവിച്ചിരിപ്പുള്ള കുപ്പായത്തെയാണ്. ഇങ്ങനെ ഓർമ്മിക്കുന്ന, ഇതുപോലെ നടക്കുന്ന എത്ര വീടുകൾ നമ്മുടെ വീടുകളുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യും.